ഈ അടുത്ത് നമ്മൾ അക്വേറിയം ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് കണ്ടതാണ് ഈ ഒരു 4 വാട്ടിൻ്റെ പമ്പ്. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു 5 വാട്ടിൻ്റെ ഒരു മിനി പമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂ ഡെമോൺസ്ട്രേഷനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ സ്പേസിലേക്ക് സ്യൂട്ടബിൾ ആണെന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് നമ്മൾ അക്വേറിയം ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്താണ് ഈ ഒരു മോഡൽ അവിടെ ഒരു അക്വേറിയത്തിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടത്. ഇതിൻ്റെ വാട്ടേജ് വരുന്നത് വെറും 4 വാട്ടാണ്. മുമ്പ് ഞാൻ കാണിച്ചിട്ടുള്ള 5 വാട്ടിൻ്റെ പമ്പിനേക്കാളും കുറച്ചും കൂടി ചെറുതാണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇത് സോബോ ബ്രാൻഡിൻ്റെ ആണ്. മുമ്പ് കാണിച്ചിട്ടുള്ളതും സോബോ ബ്രാൻഡിൻ്റെ തന്നെയായിരുന്നു. ഇതിൻ്റെ മോഡൽ നമ്പറാണ് ആ ഫ്രണ്ടിൽ എഴുതിയിട്ടുള്ളത് WP850F. ഈ ചെറിയ പമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഫിൽട്രേഷൻ്റെ ആ ഒരു കമ്പാർട്ട്മെൻറ്റ് കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. മുമ്പ് ഞാൻ ചെയ്ത ആ ഒരു 5 വാട്ടിൻ്റെ മിനി പമ്പിന് ഫിൽട്രേഷൻ്റെ കമ്പാർട്ട്മെൻറ്റ് ഇല്ല, ജസ്റ്റ് എയറേഷൻ മാത്രമാണ് ഉള്ളത്. പിന്നെ നമുക്ക് മാനുവലായിട്ട് ഒരു ഫിൽട്രേഷൻ ബോക്സ് സെറ്റ് ചെയ്യാമെന്ന് മാത്രം. ഇതിൻ്റെ കൂടെ ഈ ഒരു ചെറിയ ഫിൽട്രേഷൻ കമ്പാർട്ട്മെൻറ്റും അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് ആയത് ഒരു പീസിന് 200 രൂപയാണ്. ഞാൻ 2 എണ്ണം വാങ്ങി. കാരണം എപ്പോഴെങ്കിലൊക്കെ നമ്മൾ അക്വേറിയം ഷോപ്പ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ചെറിയ പമ്പുകളൊക്കെ കണ്ടാൽ ഞാൻ വാങ്ങാറുണ്ട്. കാരണം നമ്മൾ ചെറിയ സ്പേസിലൊക്കെ മീനുകളെ വളർത്തുന്നതാണ്. ടബുകൾ, ക്രേറ്റുകൾ, ചെറിയ അക്വേറിയങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ സ്പേസുകളിലേക്കൊക്കെ ഇത്തരത്തിലുള്ള മിനി പമ്പുകൾ സ്യൂട്ടബിൾ ആണ്. മീനുകൾക്ക് വല്ലാതെ ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. വാട്ടേജ് ഞാൻ നേരത്തെ പറഞ്ഞു 4 വാട്ടാണ് ഇതിന് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 liters per hour ആണ്. ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പവറിൽ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട്. മുമ്പ് നമ്മൾ വാങ്ങിയ ആ ഒരു 5 വാട്ടിൻ്റെ പമ്പുമായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയിരുന്നു. അതിനേക്കാളും കൂടുതൽ പ്രഷർ ഇതിന് വരുന്നുണ്ട്. ഞാൻ മുമ്പ് വാങ്ങിയിട്ടുള്ള ആ ഒരു 5 വാട്ടിൻ്റെ പമ്പുമായിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ഞാൻ അടുത്ത കുറച്ച് ദിവസങ്ങളിലുള്ളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 പമ്പ് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഞാൻ ഇതുപോലെ കാണിക്കാം. അതിനുശേഷം രണ്ടും കൂടി വെള്ളത്തിൽ വെച്ച് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ 2 പമ്പുകളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ഞാൻ അടുത്ത കുറച്ച് ദിവസങ്ങളിലുള്ളിൽ അപ്ലോഡ് ചെയ്യാം. ഇന്ന് നമുക്ക് ഈ ഒരു പുതിയ പമ്പിൻ്റെ ഡെമോൺസ്ട്രേഷൻ നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. കണ്ടില്ലേ, കയ്യിൽ ജസ്റ്റ് വളരെ ചെറിയൊരു മിനി പമ്പാണ്. എല്ലാ പമ്പുകളിലും ഉള്ള പോലെ തന്നെ എയറേഷൻ്റെ ആ ഒരു ഹോസ് നിങ്ങൾക്ക് കാണാം, ആ ട്യൂബ്. അപ്പോൾ എയറേഷൻ നമുക്ക് കൊടുക്കുക, അത്യാവശ്യം നല്ല രീതിയിൽ സർക്കുലേഷൻ വരും. പിന്നെ ഫിൽട്രേഷൻ ബോക്സും, ഇത് സക്ഷൻ കപ്പുകളാണ് നമുക്ക് അക്വേറിയത്തിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ താഴെയുള്ളത് നമ്മുടെ ഫിൽട്രേഷൻ്റെ കമ്പാർട്ട്മെൻ്റ് ആണ്. അത്യാവശ്യം നല്ലൊരു പമ്പായിട്ട് എനിക്ക് തോന്നി. കാരണം 4 വാട്ടേജിൻ്റെ പമ്പാണ്, 200 രൂപയാണ് പ്രൈസ് വരുന്നത്. എയറേഷനും ഫിൽട്രേഷനും നടക്കും. നമ്മൾ വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ ചെറിയ മിനി അക്വേറിയങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. അതിൻ്റെ അകത്തൊക്കെ വെക്കാനായിട്ട് പെർഫെക്റ്റ് ആണ് ഈ ഒരു 4 വാട്ടിൻ്റെ ചെറിയ പമ്പ്. പ്രത്യേകിച്ച് ചെറിയ മീനുകളായിട്ടുള്ള ഈ ഗപ്പി, പ്ലാറ്റി, മോളികൾ, അതുപോലെ തന്നെ സീബ്ര പോലുള്ള മീനുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അക്വേറിയങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ടാങ്കുകളുടെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റിയൊരു പമ്പാണ്. ചെടികൾക്കും മീനുകൾക്കൊന്നും യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ. ഇതിന് മുമ്പ് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മുമ്പ് ചെയ്ത ആ വീഡിയോ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ 5 വാട്ടിൻ്റെ പമ്പിൻ്റെ ആ വീഡിയോ അല്ലാണ്ട് എനിക്കൊന്നും അധിക ദിവസം ആയിട്ടില്ല, ഒരാഴ്ചയ്ക്ക് മുമ്പ് അങ്ങോട്ട് ഞാൻ ഹെയിലിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഇതുപോലത്തെ ഒരു പമ്പിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലുക്ക് ഏകദേശം ഇതേപോലെ തന്നെയാണ്. ബ്രാൻഡിൻ്റെ പേര് ഞാൻ ഒന്നുകൂടി പറയാം, ഹെയിലിയ എന്നാണ്. പക്ഷേ അതിൻ്റെ പ്രൈസ് ഏകദേശം 650 രൂപയാണ് വരുന്നത്. ഇത്തിരി വലിപ്പമുള്ള ഒരു മോഡലിന്. അതിൻ്റെ തന്നെ ചെറിയൊരു വേർഷൻ ഉണ്ട്, അതിന് ഏകദേശം 450 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ആ 650, 450 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോബോൻ്റെ ഈ ഒരു ചെറിയ പമ്പിന് വെറും 200 രൂപയാണ് വരുന്നത്. എന്നാൽ അത്യാവശ്യം ഫംഗ്ഷൻ ഇത് ചെയ്യുന്നുമുണ്ട്. ഹെയിലിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് പ്രശ്നം കൊണ്ടായിട്ടല്ല, അതിന് കുറേ പ്രത്യേകതകൾ അവർ പറയുന്നുണ്ട്. കാരണം അതിനകത്ത് സ്പ്രേ ബാർ കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്, ഫൗണ്ടൻ പോലെ സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഫിൽട്രേഷൻ ബോക്സിനകത്ത് മെക്കാനിക്കൽ ഫിൽട്രേഷൻ, കെമിക്കൽ ഫിൽട്രേഷൻ, അതുപോലെ തന്നെ ബയോളജിക്കൽ ഫിൽട്രേഷന് വേണ്ടിയിട്ടുള്ള മീഡിയ കാര്യങ്ങളെല്ലാം അവർ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഹെയിലിയ എന്ന് പറയുന്ന ഒരു മോഡലിന് ഈ പറഞ്ഞ പോലെ 450, 650 ഒക്കെ പ്രൈസ് വരുന്നത്. എന്തായാലും അത് നല്ലൊരു ബ്രാൻഡാണെന്നാണ് അക്വേറിയം ഷോപ്പുകാർ പറഞ്ഞത്. ഭാവിയിൽ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും അതിന് ശേഷം നമ്മൾ അക്വേറിയം ഷോപ്പ് വിസിറ്റ് ചെയ്തപ്പോൾ ഈ ഒരു മോഡൽ കണ്ടു. അപ്പോൾ എന്തായാലും ഈ ഒരു 200 രൂപയ്ക്ക് തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു പമ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 എണ്ണം എടുത്തു. ഇതിനകത്ത് മെക്കാനിക്കൽ ഫിൽട്രേഷനും അതുപോലെ തന്നെ ബയോളജിക്കൽ ഫിൽട്രേഷനും നടക്കും. കെമിക്കൽ ഫിൽട്രേഷന് വേണ്ടിയിട്ടുള്ള മീഡിയ ഒന്നുമില്ല, സ്പോഞ്ച് മാത്രമാണ് ഇതിൻ്റെ ഫിൽട്ടർ കമ്പാർട്ട്മെൻറ്റിനകത്ത് ഉള്ളത്. പിന്നെ വയറും കാര്യങ്ങളൊക്കെ സോബോൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നല്ല ഹൈ ക്വാളിറ്റി വയറും കാര്യങ്ങളൊക്കെയാണ്, പ്ലഗും സംഭവങ്ങളൊക്കെ. ഏകദേശം 1 മീറ്ററോളം നീളം വരുന്ന കോഡാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം അവിടെ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് ഒരെണ്ണം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ബോഡി കാര്യങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തെടുത്ത് വെച്ചത്. അപ്പോൾ നമ്മളിത് ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ 2 പമ്പും ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. കാരണം ജസ്റ്റ് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. 2 അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല പ്രഷറിൽ തന്നെ വരുന്നുണ്ട്. നല്ല പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്പേസുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രഷറിൽ തന്നെയാണ് വരുന്നത്. മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ 10 വാട്ട്, 15 വാട്ട്, 20 വാട്ടിൻ്റെ ഒക്കെ പമ്പുകൾ ചെറിയ സ്പേസിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചെടികൾക്ക് ഡിസ്റ്റർബൻസ് ആണ്, മീനുകൾക്കും ഡിസ്റ്റർബൻസ് ആണ്. അതുകൊണ്ട് 5 വാട്ടിൻ്റെ 4 വാട്ടിൻ്റെ ഒക്കെ പമ്പുകളാണ്, അല്ലെങ്കിൽ 7 വാട്ടിൻ്റെ പമ്പുകളൊക്കെ സ്യൂട്ടബിൾ ആണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10 വാട്ട് വരെ ഓക്കെയാണ്. ഇതിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രഷർ കൂടുതലാണ്, അത് മീനുകൾക്കൊക്കെ ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എയറേഷൻ അതുപോലെ തന്നെ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഫൗണ്ടൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള കുറച്ച് എഫേർട്ടുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൗണ്ടൻ പോലെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഈ വെള്ളം വരുന്ന ഔട്ട്ലെറ്റ് കണ്ടില്ലേ, അതിൽ നിന്ന് നമുക്ക് ചെറിയ പൈപ്പിൻ്റെ കണക്ഷനൊക്കെ എടുത്തിട്ട് ഒരു വെള്ളച്ചാട്ടം പോലെയൊക്കെ സെറ്റ് ചെയ്യാം. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ മിനി പമ്പിൻ്റെ ആ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരൻ അത് വാങ്ങിയെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഫൗണ്ടൻ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ എന്ന് പറഞ്ഞു.
അക്വേറിയത്തിനകത്ത്. അപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു ഏത് ടൈപ്പ് ഹോസാണ് അതിൽ കണക്ട് ചെയ്യാൻ. സാധാരണ നമുക്ക് പൈപ്പൊക്കെയാണ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ 20 വാട്ടിൻ്റെയൊക്കെ പമ്പിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ വയറിങ്ങിൻ്റെ PVC ആയിരുന്നു. 16 mm എങ്ങാണ്ടാണ് ഞാൻ യൂസ് ചെയ്തത്. അതേസമയം ഇത് ഇപ്പോൾ ചെറിയ പമ്പാകുമ്പോൾ ഇതിൻ്റെ ഔട്ട്ലെറ്റ് കണ്ടില്ലേ, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള PVC അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ എയർ ട്യൂബ് പോലെ എന്തെങ്കിലും കണക്ട് ചെയ്യേണ്ടി വരും. പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചിരുന്നു എത്ര MM വേണ്ടി വരും. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം 8 mm പൈപ്പാണ് നമുക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ അത്തരം ഹോസുകൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കണക്ട് ചെയ്തിട്ട് ഒരു ഫൗണ്ടൻ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ അക്വേറിയങ്ങൾ കണ്ടില്ലേ, ഇത് 2 അടി നീളം 1 അടി വീതി 1.5 അടി ഹൈറ്റുള്ള അക്വേറിയങ്ങളാണ്. ഇത്തരത്തിലുള്ള അക്വേറിയങ്ങൾക്കൊക്കെ ഇതുപോലുള്ള 4 വാട്ട് 5 വാട്ടിൻ്റെ പമ്പുകൾ പെർഫെക്റ്റ് ആണ്. അതിൻ്റെ പ്രഷർ നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു പ്രഷർ പെർഫെക്റ്റ് ആണ് ഇതിനകത്ത് നമുക്കിപ്പോൾ ചെറിയ മീനുകളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള പമ്പുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ മീനുകൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയി മാറും. അപ്പോൾ അതുകൊണ്ട് ചെറിയ പമ്പുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള ബോക്സുകൾ ക്രേറ്റുകളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ പമ്പ് കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കാം, മീനുകൾക്ക് യാതൊരു ഡിസ്റ്റർബൻസും വരാതെ. ഇതുപോലെ വെള്ളം സർക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മീനുകൾക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ആണ്. പിന്നെ എയറേഷനും കിട്ടും, ഫിൽട്രേഷനും വർക്കിംഗ് ആണ്. പവർ കൺസംഷൻ വരുന്നത് വെറും 4 വാട്ടാണ്. പ്രൈസ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം കയ്യിലൊതുങ്ങുന്ന പ്രൈസ് തന്നെയാണ്. 200 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത്തരത്തിലുള്ള മീൻ പമ്പുകളൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള അക്വേറിയം ഷോപ്പുകളിൽ അന്വേഷിക്കാവുന്നതാണ്. നമ്മൾ വാങ്ങിയത് തൃശ്ശൂരുള്ള അക്കരാസ് അക്വേറിയം ഷോപ്പിൽ നിന്നാണ്. ഓൺലൈനിൽ അവൈലബിൾ ആവാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആമസോണിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ഇത്തരത്തിലുള്ള പമ്പുകളൊക്കെ കാണുമ്പോൾ വാങ്ങാറുണ്ട്, അതുപോലെ തന്നെ ഇതുപോലെ വീഡിയോ ചെയ്യാറുണ്ട്. കാരണം ഇതുപോലുള്ള ചെറിയ സ്പേസുകളിലൊക്കെ മീനുകളെ വളർത്തുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും, പ്രത്യേകിച്ച് അക്വേറിയങ്ങളും കാര്യങ്ങളൊക്കെ. അതായത് ചില വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത്ര വലിപ്പമില്ലാത്ത അക്വേറിയങ്ങളാണ്. പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിനകത്ത് ഇന്നിയോൺ ടെട്ര പോലുള്ള മീനുകളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അത് ചെറിയ സൈസ് മീനുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള അക്വേറിയങ്ങൾക്കൊക്കെ വളരെ സ്യൂട്ടബിൾ ആണ് ഇത്തരത്തിലുള്ള പമ്പുകൾ. ഇത്തരം പമ്പുകൾ ഞാൻ കാണുമ്പോൾ ഒന്നിൽ കൂടുതലൊക്കെ ഞാൻ വാങ്ങാറുണ്ട്. ഞാൻ 2 എണ്ണം വാങ്ങിയെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെല്ലുമ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ 1 എണ്ണം വാങ്ങി എന്നിട്ട് പിന്നീട് അത് വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് 2 എണ്ണമൊക്കെ വാങ്ങുന്നത്. വലിയ പ്രൈസും വരുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു പമ്പ് വാങ്ങാൻ വേണ്ടി പോയതല്ല, ഞാൻ തീറ്റ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വലിയ പെല്ലറ്റ് സൈസ്, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയതാണ്. അതിൻ്റെ കൂടെ നമ്മുടെ മെത്തലിൻ ബ്ലൂവിൻ്റെ പൗഡറും ആക്രിഫ്ലാവിൻ്റെ പൗഡറൊക്കെ ഉണ്ടോയെന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് ഈ ഒരു പമ്പ് അവിടെ ചെറിയൊരു ക്യൂബ് അക്വേറിയത്തിനകത്ത് വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ഈ ഒരു പമ്പ് സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2 എണ്ണം എടുക്കുമായിരുന്നു. സോബ ബ്രാൻഡിൻ്റെ സബ്മേഴ്സിബിൾ പമ്പ് ആണെങ്കിൽ എയർ പമ്പ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നമ്മുടെ കയ്യിലുള്ള 20 വാട്ടിൻ്റെ പമ്പുകൾ, അതുപോലെ തന്നെ 5 വാട്ടിൻ്റെ 4 വാട്ടിൻ്റെ പമ്പുകൾ ഒന്നും ഇതുവരെ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. ഓപ്പോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വേറൊരു ബ്രാൻഡ് എന്ന് പറയുന്നത് സൺസൺ ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫിഷ് കീപ്പിംഗ് ഹോബിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ബ്രാൻഡുകൾ എന്ന് പറയുന്നത് സോബോ, സൺസൺ ഇത്തരം ബ്രാൻഡുകളാണെന്നാണ്. വീനസ് അക്വ അതുപോലെ തന്നെ ബോയു പോലുള്ള ബ്രാൻഡുകളൊക്കെ മാർക്കറ്റിൽ ഉണ്ടെങ്കിലും നമ്മൾ വീഡിയോകളിലൊക്കെ കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് സോബോവും സൺസണൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പമ്പ് നിങ്ങൾ കണ്ടു, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ മോഡലൊക്കെ നമ്മൾ കാണിച്ചു, പിന്നെ ഇതിൻ്റെ ഡെമോൺസ്ട്രേഷനും കാണിച്ചു. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ ഒരു ഡെമോൺസ്ട്രേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ വെള്ളത്തിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണാം. 4 വാട്ടിൻ്റെ പമ്പും മുമ്പ് വാങ്ങിയ 5 വാട്ടിൻ്റെ പമ്പും തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.